കഴിഞ്ഞ ദിവസം വാരാണസിയിലെത്തിയ പ്രധാനമന്ത്രി മോദിക്ക് നേരെ ചെരുപ്പേറുണ്ടായി എന്നത് രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച സംഭവമാണ്. വാരാണസിയിൽ നിന്ന് കഷ്ടിച്ച് ജയിച്ച് ലോക്സഭയിലെത്തിയ മോദിക്ക് വലിയ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. കോൺഗ്രസ് UP അധ്യക്ഷൻ അജയ് റായിയുമായി നേരിട്ട് മുട്ടാനിറങ്ങിയ മോദി കുറഞ്ഞത് 5 ലക്ഷം വോട്ടിനെങ്കിലും ജയിക്കുമെന്നാണ് കണക്കുകൂട്ടിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഒരു വേള 10,000 വോട്ടുകൾക്കടക്കം പിന്നിൽ പോയ മോദി അവസാന ലാപ്പിൽ പിടിച്ച 1.5 ലക്ഷം വോട്ടുകൾക്ക് ജയിച്ച് തടി തപ്പുകയായിരുന്നു. അന്ന് ഞെട്ടിച്ച വാരാണസി വീണ്ടും ഒരിക്കൽ കൂടി മോദിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. വാഹനത്തിന് നേരെ ചീറിപ്പാഞ്ഞു വന്ന ചെരുപ്പ് വാരാണസിക്ക് മോദിയോടുള്ള കലിപ്പിനെയാണ് അടിവരയിട്ട് പറയുന്നത്. സ്വന്തം തട്ടകത്തിൽ വില കിട്ടിയില്ലെങ്കിൽ ഈ രാജ്യത്ത് എങ്ങനെ വില കിട്ടും എന്ന ചോദ്യവും മോദിക്ക് നേരെ ഉയരുന്നുണ്ട്. തന്റെ മണ്ഡലമായ വാരാണസിയിൽ സന്ദർശിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് നേരെ ചെരുപ്പേറുണ്ടായത്. എത്രയൊക്കെ മോദി വിരുദ്ധ ഇല്ല എന്ന് പറയാൻ നോക്കിയാലും അതുണ്ടെന്നുള്ള തെളിവാണ് ഈ ചെരുപ്പേറിന് പിന്നിൽ എന്ന് കാണാം. അതേസമയം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശമാണ് ശ്രദ്ധേയമായത്. രാഹുലിന്റെ 1-ാം നമ്പർ രാഷ്ട്രീയ എതിരാളിയാണ് മോദി. എന്നാൽ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന കാര്യം വിസ്മരിക്കരുതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മോദി അപമാനിക്കപ്പെട്ടാൽ അതിനൊപ്പം അപമാനിക്കപ്പെടുന്നത് ഈ രാജ്യം കൂടിയാണ്. രാഷ്ട്രീയമായി എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പ്രതിഷേധം ഗാന്ധി മാർഗത്തിലൂടെ ആയിരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചെരുപ്പേറിന് അപലപിച്ച രാഹുൽ കാട്ടിയ വലിയ മാതൃക മോദിക്ക് പോലും അനുകരിക്കാനാവുന്നതാണ്. വേണമെങ്കിൽ മോദിയെ കുറ്റം പറയാനും ജനങ്ങളുടെ പ്രതിഷേധം സഹിക്കണമെന്നും രാഹുലിന് പറഞ്ഞ് കൈ കഴുകാമായിരുന്നു. അവിടെയാണ് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നിന്ന് ഒരു ജെന്റിൽമാൻ എന്ന നിലയിലേക്ക് രാഹുലിന്റെ പരിവർത്തനം അടയാളപ്പെടുത്തിയിരിക്കുന്നത്.